4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. നൂർനാട് ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് സ്വദേശി അൻസാർ, രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് ഒളിവിൽ പോയത്. ഇതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പിതാവും രണ്ടാനമ്മയും ഒളിവിൽ. ആദിക്കാട്ടുകുളങ്ങര കഞ്ചുക്കോട് പൂവണ്ണം തടത്തിൽ അൻസാർ, രണ്ടാം ഭാര്യ ഷെഫീന എന്നിവരാണ് ഒളിവിൽ പോയത്. ഫോൺ ഓഫാക്കി കടന്ന ഇരുവരെയും പിടികൂടാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. കുട്ടി അമ്മൂമ്മയോടൊപ്പം ബന്ധുവീട്ടിലാണ്. വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. ആദിക്കാട്ടുകുളങ്ങരയിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെയാണ് പിതാവും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചത്. കുട്ടിയുടെ മുഖത്തുൾപ്പെടെ അടിയേറ്റ പാട് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ തിരക്കിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. പിതാവ്, രണ്ടാനമ്മ എന്നിവരിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങളും പറ്റിയുള്ള വിവരവും എന്റെ അനുഭവം എന്ന തലക്കെട്ടിൽ കുട്ടി നോട്ട്ബുക്കിൽ കുറിച്ചിരുന്നു. അധ്യാപകർ മാതാപിതാക്കളെ വിളിച്ചെങ്കിലും എത്തിയില്ല. പോലീസ് കേസെടുക്കുകയും കുട്ടിക്ക് ചികിത്സ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതോടെയാണ് പിതാവും രണ്ടാനമ്മയും മുങ്ങിയത്. അൻസാർ നൂർനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ടായ വീടാക്രമണ കേസിലും കഞ്ചാവ് കടത്തിയ കേസിലും ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. നൂർനാട് SHO, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ബാലാവകാശ കമ്മീഷൻ അംഗം ജലജ ചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.